നമസ്കാരം. നമസ്കാരം. ഡിബേറ്റ് അവറിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും വോട്ട് പെട്ടിയിലെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കണക്കുകൂട്ടലുകൾ, കാൽക്കുലേഷൻസ് അവിടെ ഇവിടെയും എന്താ പറയുക, കൂട്ടുക, കിഴിക്കുക, കുറയ്ക്കുക. പാർട്ടിക്കാരെല്ലാവരും, പല പാർട്ടിയിലുള്ളവർ, 3 പാർട്ടിയും അവരുടെ എത്ര പേർ ജയിക്കും എന്നാണ്. ജയേഷ്, ആദ്യമായിട്ട് നമുക്ക് എന്തായാലും ഇലക്ഷൻ്റെ ഒരു റിസൾട്ടിനെ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്താൽ ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, അല്ലെ റിവ്യൂ ചെയ്യാം. വളരെ രസകരമായ ഒരു റിവ്യൂ ആയിരിക്കും അത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ UDF-നാണ് മിക്ക സർവേ ഫലങ്ങളിലും അവർക്കാണ് മുൻതൂക്കം നൽകുന്നത്. നമുക്കത് സീറ്റ് എത്ര എന്നുള്ളത് പിന്നീട് അതിലേക്ക് വരാം. ആദ്യമായിട്ട് ജയേഷിന് പറയാനുള്ളത്, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി? ഇത് ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടനവധി സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ചർച്ച ചെയ്ത ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, UDF, LDF അങ്ങനെയായിരുന്നു നമ്മളൊരു കാലത്ത് പഠിച്ചുകൊണ്ടത്. എയ്തർ UDF ഓർ LDF വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? LDF-ന്റെ മുഖ്യമന്ത്രി വരാം, UDF-ന്റെ മുഖ്യമന്ത്രി വരാം. ഇവിടെ അനിശ്ചിതത്തിലേക്ക് കേരളം പോവുകയാണ്. അതെ, നമ്മളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ 100 സീറ്റ് മേടിക്കും, 85 സീറ്റ്, 90 സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സിറ്റ് പോൾ, പോസ്റ്റ് പോളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ. ഈ സാഹചര്യത്തിൽ ഒരു 65 സീറ്റ് വീതം ഇരുകൂട്ടരും നേടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഘടകകക്ഷികളായിട്ട് വന്നിട്ടുള്ള ചില കക്ഷികൾക്ക് ഒരു വലിയ സാഹചര്യം ഒരുക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരാം. എന്തായാലും ഈ ആരായിരിക്കും കേരള LDF-ന്റെ UDF-ന്റെ ഒരു വലിയ മുന്നേറ്റം ഈ വർഷം ഉണ്ടാകും, ഇത്തവണ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ആർക്കാണ് മുഖ്യമന്ത്രി പദം കിട്ടുക എന്നുള്ളത് പറയുമ്പോൾ, നമ്മുടെ സമുന്നതരായിട്ടുള്ള 3 നേതാക്കന്മാരെയാണ് നമ്മുടെ മുമ്പിൽ കേരളത്തിൽ നമുക്ക് എടുത്തു പറയാവുന്നത്. ഒന്ന്, മുൻ പ്രതിപക്ഷ നേതാക്കൾ ആയിരുന്ന രമേശ് ചെന്നിത്തലയും VD സതീശൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം AICC-യിലൊക്കെ ഒട്ടേറെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിട്ടുള്ള, ഡൽഹിയിൽ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരുപക്ഷെ സോണിയാജിയുടെയൊക്കെ ഏറ്റവും അരുമയായി മാറിയിട്ടുള്ള നമ്മളുടെ KC വേണുഗോപാൽ. അപ്പം ഈ 3 പേർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചർച്ചയിൽ ഇടം നേടിയിരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിട്ട് UDF. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിട്ട് കാലങ്ങളായിട്ട് ഒരുപക്ഷെ അന്ന് തലസ്മാൻ നിന്നത് ഒരുപക്ഷെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ആയിരിക്കും. അദ്ദേഹത്തിന് ആ മോഹിച്ച പദം കിട്ടാതെ പോയതിന് കാരണം, അന്ന് ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള രാഷ്ട്രീയ ഇടപെടലൊക്കെ നോക്കിയാൽ ഒരല്പം ശോഭ മങ്ങി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ പ്രതിപക്ഷ നേതാവും യുവ നേതാവെന്ന നിലയിൽ VD സതീശന്റെ കടന്നുവരവും VD സതീശന്റെ ഇടപെടലും ഒക്കെ ഇന്ന് യുവജനങ്ങൾക്കിടയിൽ പോലും ശ്രദ്ധേയമായ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. KCയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ KC ഈ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ അടുത്ത ആളെന്നുള്ള നിലയിലേക്ക് നിൽക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്തറിയാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടനാട്ടുകാരനാണ്, കുട്ടനാട്ടിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു പാർലമെന്റേറിയനാണ്. ഇന്നും കുട്ടനാട്ടിലെ കുടിവെള്ള ക്ഷാമം പോലും മാറ്റാൻ കഴിയാത്ത KCയെ സംബന്ധിച്ചിട്ട് കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിശീർഷ കടം 4 ലക്ഷത്തിലധികം രൂപയും, പട്ടിണി, അതിദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കണ്ണൂർക്കാരനാണ്. അതെ, ആലപ്പുഴക്കാരനായി മാറി. അതെ, അതാണ്. അപ്പൊ അദ്ദേഹത്തിന് സീറ്റ് നൽകിയത് അതുകൊണ്ട് ഇനി ഒരുപക്ഷെ തദ്ദേശീയമായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം കുട്ടനാട്ടിന്റെ കുടിവെള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പോകാഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കുട്ടനാട്ടിൽ ഇടത്തുവയിൽ കഴിഞ്ഞ തവണ പര്യടനത്തിന് വന്നപ്പോൾ അത്ഭുതത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ 2 വരികളുണ്ട്. ആ വരികളാണ് മലനാട് ജീവിയെ കൂടുതൽ പ്രേരണ നൽകി മുന്നോട്ട് കൊണ്ടുവരിക. കാരണം വേറൊന്നുമല്ല, വി ഹാവ് മോർ നാഷണൽ മീഡിയാസ്, വി ഹാവ് മോർ MPs. രാജ്യസഭ അല്ലെങ്കിൽ മറ്റ് MP-മാരുടെയൊക്കെ ഇടപെടൽ പാർലമെന്റിൽ ഉണ്ടായിരിക്കെ നമുക്ക് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരുപാട് നാഷണൽ ന്യൂസ് വാല്യൂ ഉള്ള വാർത്താ ചാനലുകൾ ഉണ്ടായിരിക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് കുടിവെള്ളമില്ല എന്നുള്ള ദുഃഖം ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രിക്ക് നേരിട്ട് അറിയേണ്ടി വന്നു എന്ന് ചോദിക്കും. അപ്പം KCയുടെ ശ്രദ്ധ അക്കാര്യത്തിൽ പോലും ഉണർന്നില്ല എന്നുള്ളതൊരു കുറ്റപ്പെടുത്തലായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ, തമ്മിൽ ഭേദം തൊമ്മൻ അല്ലെങ്കിൽ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ്, ഒപ്പം പ്രായത്തിൽ ഇളയവൻ എന്നൊക്കെ ഉള്ളത് നോക്കിയാൽ VDക്ക് ഒരു പരിഗണന നൽകാമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ഒരു വെർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, 2016 പ്രതിപക്ഷ നേതാവെന്ന ഒരു പദവിയിൽ
ശ്രീ ചെന്നിത്തല വളരെ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്താണെന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ. അദ്ദേഹം ഒരുപാട് ഇപ്പം സ്പ്രിംഗ്ലർ ആയാലും അതുപോലുള്ള അഴിമതികൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരികയും അതെല്ലാം തടസ്സം നിൽക്കുന്നു. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, 2021 വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ എങ്ങനെയാണ് 2016 കഴിഞ്ഞ 2021 ഇലക്ഷൻ വരുമ്പോൾ അന്ന് നിപ്പ, കോവിഡ്, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത് വളരെ തീവ്രമായ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പോലും എന്താ പറയുക LDF സർക്കാരിനോട് സഹകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ഒരു തുടർ ഭരണം, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് വന്നത്. പക്ഷെ എന്നാൽ 2021 നിന്ന് 2026 എത്തുമ്പോൾ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ, അതായത് LDFനെ തുറന്നു കാട്ടുകയായിരുന്നു പച്ചയ്ക്ക്. അവസാനത്തെ ലാപ്പിലേക്ക് വന്നപ്പോൾ അതായത് അവസാന കാല ലാപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സതീശൻ ഒരു കീറാമുട്ടിയായി തലവേദനയായി മാറി അവർക്ക്. അത്ര വലിയ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അദ്ദേഹം ചില മീഡിയയിൽ കൊടുത്ത് അദ്ദേഹത്തിന് കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ഭരണത്തിലെ അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി ആവണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാവർക്കും മോഹങ്ങളുണ്ടാവും. അതാണ് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നങ്ങളും. അപ്പൊ ഞാൻ ജയേഷിനോട് പറയുന്നത് ഇവർ രണ്ടുപേരും ഉണ്ട്, പക്ഷെ KCക്ക് എത്രത്തോളം ചാൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. KC വന്നാൽ പിന്നീട് കോൺഗ്രസിൽ പടലപ്പടക്കങ്ങളും എല്ലാ കാര്യങ്ങളും കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അങ്ങ് പറഞ്ഞ പോലെ ഘടകകക്ഷികൾ, ഏറ്റവും വലിയ ഘടകകക്ഷിയായ അതായത് UDFന്റെ കരുത്തായ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൽ അവർക്ക് എന്തായിരിക്കും പ്രാതിനിധ്യം എന്ന് എങ്ങനെ തോന്നും? ഇന്ന് അവർ യാതൊരു തരത്തിലും തർക്കമില്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനം നമ്മളുടെ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്ക്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആഭ്യന്തരം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും. അപ്പൊ ഒരു തൂക്ക് മന്ത്രിസഭ വന്നാൽ മുസ്ലിം ലീഗ് ഒന്നുകൂടെ തിരിഞ്ഞ് ചിന്തിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ആവശ്യപ്പെട്ടുകൂടാകുകയില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയല്ലേ? തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിൽ എതിർപ്പോ വിരോധങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആഭ്യന്തരം എന്ന് പറയുന്ന വകുപ്പ് കോൺഗ്രസ് തന്നെ ഭരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനുള്ള കാരണം ഈ ഇലക്ഷന് മുമ്പ് LDFലെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും CPM നേതാക്കന്മാർ, അവർ പറഞ്ഞത് ഇത് SDF ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്രവാദ ശക്തികളായിരിക്കും ഇത് ആഭ്യന്തരം ഭരിക്കുക എന്നത് ഇപ്പോൾ വെറുതെ പറഞ്ഞെങ്കിലും അത് ചിലപ്പോൾ കാര്യത്തിലേക്ക് കിടക്കും. അവർ പറയും മുസ്ലിം ലീഗ് അതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ അതിലേക്ക് ചിത്രം മാറാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് ഇല്ലാതെ ഒരു UDF ഇല്ല. മുസ്ലിം ലീഗിന്റെ ഇപ്പം വ്യവസായമായാലും അങ്ങനെയുള്ള പ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈകാര്യം ചെയ്യാവുന്നതാണ്. അതെ, ഇപ്പം നമ്മുടെ ഈ ലീഗിന്റെ ഒരു വലിയ ശക്തി UDFനുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ BJPയുടെ സാധ്യത എന്താണ്? BJP UDFനെ എങ്ങനെ പരിഗണിക്കും? അല്ലെങ്കിൽ BJPയെ ഒരു പക്ഷേ തൂക്കുമന്ത്രിസഭയോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ അതിലേക്ക് വരാൻ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഈ മൂന്ന് മുന്നണികളെയും സെപ്പറേറ്റ് എടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മറ്റേലേക്ക് വരാം. ഇനിയിപ്പം ഈ മൂന്ന് പേരിൽ ഇപ്പം എനിക്ക് ഒരു ക്ലിയർ പിക്ചറായിട്ട് എനിക്ക് തോന്നുന്നത് UDF അധികാരത്തിൽ വന്നാൽ അത് വി.ഡി. സതീശനായിരിക്കും ചാൻസ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ കോൺഗ്രസ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, ഒന്നും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജയേഷേ, വി.ഡി. സതീശൻ പറയുന്നത് 100+ സീറ്റ് 101 സീറ്റ് കിട്ടുമെന്നാണ്. എന്നാൽ നമ്മൾ കണ്ട സർവേയിൽ ഏറ്റവും മാക്സിമം പ്രഡിക്ഷൻ വന്നിരിക്കുന്നത് 81 സീറ്റാണ്. UDFന് 81 സീറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ സീറ്റുകൾ നിർണായകമായി മാറും, വളരെ വളരെ നിർണായകമായി മാറും. അങ്ങനെ വരുമ്പോൾ ഇനി രണ്ടാമത് നമ്മൾക്കൊരു ചാൻസ്, ജയേഷ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് വെച്ചത്. രണ്ടുപേർക്കും ഭൂരിപക്ഷം കിട്ടാത്ത നൂലിന്റെ വ്യത്യാസത്തിലുള്ള ചില ഇതാണെന്നാണ് ജയേഷിന്റെ പ്രഡിക്ഷൻ. ജയേഷ്, LDF ആണ് ഒരു 2 സീറ്റിനെങ്കിലും മുന്നിൽ വരുന്നെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് അല്ലേ? LDFനെ സംബന്ധിച്ചിട്ട് ശക്തനായ പോരാളി എന്നുള്ള നിലയിൽ ഒരൊറ്റ വാക്കേ അല്ല, അതൊരു വലിയ ഒരു സത്യമാണ്. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകൾ, അദ്ദേഹം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മളുടെ ദുരിതകാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ്. അവിടെ കേരളം അതിശക്തമായിട്ട് ആ ദുരിതങ്ങളെ എല്ലാം മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ സത്യമായിട്ട് നിലനിൽക്കുകയാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിഷയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ
ദുരിതാശ്വാസ നിധിയിലൂടെ ചെലവഴിച്ച സാമ്പത്തിക കണക്കുകൾ പുറത്തുവിടിച്ചിട്ടുണ്ട്. അത് അല്ലേ, അത്തരം വലിയൊരു സംഖ്യ സമാഹരിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുരന്ത മേഖലയിൽ പിന്നെ സ്തബ്ധരായി നിന്നുപോയിട്ടുള്ള ആൾക്കാരെ കൈപിടിച്ച് കൂടെ നടത്തുവാൻ അദ്ദേഹം കാണിച്ചൊരു ശ്രമമുണ്ട്. പ്രത്യേകിച്ച് ചൂരൽമലയിൽ പോലെയുള്ള ആ ദുരന്ത മുഖത്ത് കേരളം ഒന്നടങ്കം അവിടെയും ഓടിയെത്തുകയും അവർക്കൊരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി സാധിച്ചു. അതുകൂടാതെ നിപ്പ എല്ലാം ഒരു പേമാരിയായിരുന്നു, ഇല്ല ഒരു മഹാമാരിയുടെ കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരുപാട് മാൻഡ്രാക്ക് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് പിന്നെ അവഹേളിച്ചു എങ്കിൽ തന്നെയും തിരിഞ്ഞു ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെല്ലാവരും പകച്ചു നിന്നിരുന്ന, ഒരു പക്ഷേ വീടിനുള്ളിൽ അകപ്പെട്ടു പോയിരുന്ന കാലഘട്ടത്തിൽ പോലും സ്വജീവിതം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അപകടകരമായ വിധം കോവിഡൊക്കെ വിനാശം വിതറിയപ്പോൾ പോലും കേരളം അതിജീവിച്ചു. അതാണ് കേരളീയർ എന്ന അഭിമാനത്തോടുകൂടി നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കൊരു ലീഡർ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. അപ്പം ഉറപ്പിക്കാമോ LDF വന്നാൽ? തീർച്ചയായിട്ടും മറ്റൊന്ന് ചിന്തിക്കില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്നാണ് ഞാൻ കരുതുന്നത്. LDF-നെ സംബന്ധിച്ച്, അല്ല പ്രത്യേകിച്ചും CPM നയിക്കുന്ന LDF-നെ സംബന്ധിച്ച് അതിന് ഒരു തർക്ക വിഷയമേ ഇല്ല. നമുക്ക് തർക്കിക്കേണ്ട, ഗസ് ചെയ്യേണ്ട ഒന്നും വേണ്ട. പക്ഷെ പ്രശ്നം എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത്. ജയേഷ് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ആ ഒരു പ്രൊഡിക്ഷൻ സത്യമായേക്കാം, നമ്മൾ കാണുന്നതായിരിക്കില്ല. അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഇലക്ഷൻ ഇപ്പം നമ്മളൊരു പോസ്റ്റ്പോളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. തീർച്ചയായിട്ടും ശരിക്കും സത്യസന്ധമായ രാഷ്ട്രീയം നിർവഹിച്ചവരൊക്കെ രക്ഷപ്പെടും, ജയിക്കും. അത് ഇടതുപക്ഷമാകട്ടെ, LDF ആകട്ടെ, UDF ആകട്ടെ, ലീഗ് ആകട്ടെ, BJP ആകട്ടെ. BJP-യിലും ഇപ്രാവശ്യം കുറേയധികം താമരകൾ വിരിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം BJP-യുടെ റഞ്ജി അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം BJP-യുടെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെയൊക്കെ വളരെ സത്യസന്ധമായ രീതിയിലായിരുന്നു. അർഹരായിട്ടുള്ളൊരു പട്ടിക അവർക്ക് പുറത്തു പറയാനുണ്ട്. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പൊ അതിൽ പല ആളുകൾ, നമുക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. BJP-യുടെ നേരത്തെ സൂചിച്ച അത് വിവിധ തരത്തിലുള്ള മേഖലകളിലൂടെ കടന്നുപോയിട്ടുള്ള ഘടകകക്ഷികളുടെ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ എടുത്താൽ പോലും അധ്യാപകരടക്കം അല്ലെങ്കിൽ സജീവമായിട്ട് സാമൂഹികമായിട്ട് ഇടപെട്ടുള്ള യുവാക്കൾക്ക് ഒരു അവസരം നൽകാൻ BJP മുതിർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മുമ്പിൽ പ്രതിഷ്ഠിച്ച ഒരു നല്ല മികച്ച സ്ഥാനാർത്ഥിത്വത്തെ BJP-ക്ക് കാണിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകത 78.1% ആണ് പോളിംഗ് വന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ വോട്ടർമാരിൽ 1,37,00,000 സ്ത്രീ വോട്ടർമാരുണ്ട്. അതിൽ ഈ പ്രാവശ്യം പോൾ ചെയ്ത സ്ത്രീ വോട്ടർമാർ 80% മേളിലാണ്. എന്ന് പറയുമ്പോൾ 1,37,00,000 അത്രയും അതിൻ്റെ 80% എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിൽ നിന്നും സ്ത്രീകൾ പോയി വോട്ട് ചെയ്തു. ആ ഒരു ട്രെൻഡ് എന്താണ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന്റെ കുറച്ച് സ്ത്രീപക്ഷ ഇടപെടലുകളുണ്ടായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പിന്നെ ക്ഷേമ പെൻഷന്റെ ഒരു സാഹചര്യം നമുക്ക് എടുത്തു കളയുന്നതല്ല. തുടർച്ചയായിട്ട് ഭരണത്തിൽ കടന്നു വന്നുകൊണ്ടിരുന്ന UDF ഗവൺമെന്റ് തമസ്കരിച്ചൊരു മേഖലയായിരുന്നു ക്ഷേമ പെൻഷൻ. 600 രൂപ ഉണ്ടായിരുന്ന കാലത്ത് ആ 600 രൂപയുടെ പിന്നെ കൊടുക്കാൻ കഴിയാതെ വന്നിരുന്നത് 19ഓളം മാസങ്ങളായിരുന്നു, അല്ലേ? എന്നാൽ ഇവിടെ 1000-ലധികം രൂപയായിട്ട് അത് വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് 2000 രൂപയൊക്കെയും ഇപ്പോൾ പിന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് 3000 രൂപയിലേക്ക് ഇടതുപക്ഷം ഗവൺമെന്റ് വന്നാൽ ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് പറയുമ്പോൾ ഒരു വലിയ ആശ്വാസമല്ലേ? ഇന്നും എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ച് കിട്ടി 4000 രൂപ. മക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആ പണം മതി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവസാന കാലഘട്ടത്തേക്ക് മാറ്റി വെക്കേണ്ട, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു സ്ട്രാറ്റജിയാണ്. നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ പെട്രോളിന്റെ വില കുറയ്ക്കാനായിട്ട് BJP കാണിച്ച ആ ഒരു തന്ത്രം അതേപോലെ തന്നെയാണ് ഇവിടെയും ഇത്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഒരു അനലൈസിങ്ങിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഇത്രയും മണ്ഡലങ്ങളിലൂടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയായിരുന്നു ജേഷന്റെ അവസാനത്തെ മണ്ഡലം? തീർച്ചയായിട്ടും പാറശാലയാണ്. അപ്പം നമ്മള് കേരളത്തിന്റെ ഉടനീളം സഞ്ചരിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇന്നും കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി. ആര് മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും ശരി, എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ അത്തരം ഒരു പാർശ്വവൽക്കരിക്കുന്ന സമൂഹം ഇന്ന് നിലവിളിക്കുന്നതെന്നറിയില്ല. ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ആരെയാണ്? ഏറ്റവും വലിയ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്നത് കൊടി പിടിക്കാൻ പോകുന്ന ഒരു ന്യൂനപക്ഷമാണ്. അത് ഇടതിനായാലും വലതിനായാലും BJP-ക്കായാലും
അവരുടെ കാര്യത്തിൽ ഇന്നും ആശങ്കകൾ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് റഞ്ജി എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒന്ന് കീറി മുറിച്ച് അളക്കേണ്ടതുണ്ട്. നമുക്ക് UDF കടന്നു പോകാം. UDF നമുക്ക് 3 കണ്ടസ്റ്റൻസ് ആണുള്ളത്. ഒന്ന് VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, KC. ഈ 3 പേരുടെയും വ്യക്തിപരമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലൂടെ പോയത് തീർച്ചയായിട്ടും പോവാം. പ്രത്യേകിച്ച് അത് പറയുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകാത്ത, അല്ലെങ്കിൽ തിരശ്ശീലേക്ക് മായ്ക്കപ്പെടുന്ന, അത് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, കണ്ണൂർ രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമെന്ന് അവരുടെ സഹപ്രവർത്തകർ വിളിക്കുന്ന KS സുധാകരൻ. KS സുധാകരൻ ഈ ഇലക്ഷനിൽ തഴയപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹമായ ഒരു സ്ഥാനം കിട്ടിയില്ല. പക്ഷെ അതിനകത്ത് എനിക്ക് വേറൊരു അഭിപ്രായമുണ്ട്. ജയേഷ് അന്ന് പറഞ്ഞ പോലെ, ഈ ഒരു സ്ഥാനം കിട്ടിയാൽ, ഒരു MP ആയാൽ അദ്ദേഹം എന്തിനാണ് വീണ്ടും MLA ആകാൻ ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. കോൺഗ്രസിന്റെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അത്. അതുപോലെ അത് തന്നെയല്ലേ ബൈ ഇലക്ഷന് വരുന്ന പണം നമ്മുടെ തന്നെ നികുതിപ്പണമല്ലേ. അതാ ഞാൻ പറഞ്ഞത്, MLA ആയിട്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് MP ആകുക, MP ആയിരിക്കുമ്പോൾ വീണ്ടും MLA ആകുക. എന്തിനാണ്? മന്ത്രിയാകാൻ പറ്റി. എല്ലാ ആൾക്കാർക്കും അറിയാം അവർ മന്ത്രിയാകുക, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിരുന്നാൽ പോരെ. അതാണ് ഒരു പ്രശ്നം. ഇപ്പൊ അടൂർ പ്രകാശിന്റെ പേര് പറയുന്നത് കേട്ടു, K സുധാകരന്റെ പേര് പറയുന്നില്ല, പിന്നെ K രാഘവൻ മത്സരിക്കണമെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങ് പറഞ്ഞ പോലെ ഈ 3 പേര്, അതിൽ KCയുടെ പേരിപ്പോൾ നമുക്ക് എടുക്കണ്ട. കാരണം KC മത്സരിച്ചിട്ടില്ല, KC MLA അല്ല, KC MP ആയിട്ട് തന്നെ തുടരുന്നു. എന്നാൽ ACC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറയുവാനും ഉണ്ടാകും. നമുക്ക് ഈ 2 പേരെ എടുക്കാം. രമേശ് ചെന്നിത്തല വളരെ ചെറിയ പ്രായത്തിൽ കരുണാകരനൊപ്പം, കരുണാകരൻ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ആളായിരുന്നു. ജയേഷനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അത് പറയാൻ പറ്റുമായിരിക്കാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ MLA ആയ ഒരു ആളാണ്. എത്രാമത്തെ വയസ്സിലായിരുന്നു ജയേഷ്? 26 വയസ്സാണ്. ഏറ്റവും ചെറിയ ആയി. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു യൂത്തന്മാരുടെ ഒരു സംഘത്തെ ഡൽഹിയിൽ യുവാക്കളുടെ അതെ, അത് കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കേരളീയൻ ആരാണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തലയെ കുറിച്ച് രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള ഒട്ടൊരു കാര്യം. അത് തന്നെയല്ല, പാർലമെന്റിൽ നിന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള അദ്ദേഹത്തിന്റെ ടോക്കിനെ കുറിച്ച്, അവിടെ പ്രസന്റേഷനെ കുറിച്ചൊക്കെ വളരെയധികം ശ്ലാഘിച്ചു. അതിന്റെ ഒരു കാരണം എന്താണെന്ന് അറിയോ? അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ഓൾ ഇന്ത്യ ബേസിലാണ്. അന്ന് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവരാണ് ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി പിന്നെ മമതാ ബാനർജി ഒക്കെ. അപ്പൊ അന്നത്തെ അദ്ദേഹം ലാംഗ്വേജിലും അങ്ങ് പറഞ്ഞ പോലെ കരുണാകരന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായി അങ്ങ് ഡൽഹിയിലെത്തി. രാജീവ് ഗാന്ധിയുടെ കൂടെ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവ സമ്പത്തുകളുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരുപാട് എന്താ പറയുന്നത്, അഗ്രസീവ് അല്ല. മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ അദ്ദേഹം വളരെ സൗമ്യനായി, സോഫ്റ്റായി, ഡിപ്ലോമാറ്റ് ആണെന്ന് പറയുന്നത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതാണ് ഒരു ഇത്. എന്നാൽ VD സതീശനെ കുറിച്ച് പറയുമ്പോഴാണ് VD സതീശൻ ശ്രദ്ധയിലേക്ക് വരുന്നത്. 2016 അദ്ദേഹത്തിന് 3ാം തവണ അദ്ദേഹം ജയിക്കുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ട് ഒരു മന്ത്രിയാവുമെന്ന് കരുതി. 2016 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. പക്ഷേ അത് കിട്ടാതെ വരികയും 2016 എത്തിയപ്പോഴത്തേക്കിന് പ്രശ്നങ്ങൾ കൈവിട്ടു പോവുകയും ഭരണം പോവുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ തോമസ് ഐസക്കുമായിട്ട് ഒരു ലോട്ടറി, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ അദ്ദേഹം പരസ്യ സംവാദത്തിന് ക്ഷണിക്കുകയും ഈ തോമസ് ഐസക്ക് അവിടെ തലവെച്ച് സതീശൻ, ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പറയുന്നത്, പാർട്ടിപരമായിട്ടല്ല പറയുന്നത്, അതിൽ തോമസ് ഐസക്ക് ചർച്ചയാണ്. അന്ന് മുതലാണ് സതീശൻ എന്ന ഒരു നേതാവ് ശ്രദ്ധിക്കപ്പെടുന്നത്, ഉയർന്നു വരികയും അവസാനം അദ്ദേഹം പ്രതിപക്ഷ നേതാവ്. എനിക്ക് ഈ കോൺഗ്രസ്സുകാർ പോലും മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ഒരു ഏടുണ്ട്. പ്രധാനമായിട്ടും യുവാക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകി പരിഗണിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച കരുണാകരന്റെ ആഗ്രഹം, പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് വന്ന ആ യുവ നേതാവ് കേരളത്തിൽ നിന്നാൽ തന്റെ സ്ഥാനം തെറിക്കും എന്നുള്ളതുകൊണ്ട് നേരെ കൊണ്ടുവിട്ടു. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക്, യുവതന്മാരുടെ ഇടയിലേക്ക് വിട്ടു. തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മങ്കൂട്ടത്തിന് ഇവിടുത്തെ ചേട്ടന്മാരിനോട് ചേർത്ത് മാറ്റി നിർത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് തനിക്ക് താൻ ചെയ്യുന്നതിന്റെ ശിക്ഷ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ VD സതീശൻ അടക്കമുള്ളവർ ഇനിയിപ്പം വേണ്ടത് വെള്ളം കുടിക്കാൻ പോവാണ്. അതായത് അതില് ഇനിയിപ്പം ഭാഗ്യനിർഭാഗ്യങ്ങളുടെ വശം കൂടെ തിരിയേണ്ടി വരും. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്തൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ നേതാവായിരുന്ന ഒരു B. അജയകുമാറുണ്ട്.
അദ്ദേഹം ഇന്ന് തികഞ്ഞ ഒരു ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞിടയ്ക്ക് വനിതാ ടിവിയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം രാശി വെച്ച് പ്രവചിച്ച ഒരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കുള്ള ആ ഇപ്പോഴത്തെ ജാതകവശാൽ രാശിവശാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വരും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. അത് നമുക്ക് നോക്കിയിരിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പൊ LDF കുറിച്ച് പറഞ്ഞു. LDF മുഖ്യമന്ത്രിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മാറ്റങ്ങളും ഇല്ല. കാരണം അതൊരു കേഡർ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടതും മുന്നോട്ട് ഇനി നയിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, LDF പ്രതിപക്ഷത്തേക്ക് എത്തിയാൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? അങ്ങേക്ക് പറയാമോ? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനായിട്ട് ഒരുപാട് പേരുടെ പട്ടികയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് ഉള്ളതുപോലെ തന്നെ മികച്ച പ്രതിപക്ഷ നേതാക്കൾ ആകാൻ ഒരുപാട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയാനായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, LDF നിലപാട് എങ്ങനെയാണെന്ന് അറിയത്തില്ല യുവ നേതാക്കന്മാരോട് ഒപ്പം. കാരണം എന്താണെന്നറിയോ റഞ്ജി, എപ്പോഴും ഈ പ്രതിപക്ഷ നേതാവിന് യാത്ര അധികം ചെയ്യേണ്ടി വരും. കേരളത്തിന് ഒരൊറ്റ പ്രതിപക്ഷ നേതാവേ ഉള്ളൂ. മുഖ്യമന്ത്രിയും മന്ത്രി പരിവാരങ്ങളും ഒരു കപ്പൽ നിറയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ പറയുന്ന ഏറ്റവും വലിയ ശക്തനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രതിപക്ഷ നേതാവാണ്. കാരണം 20 അല്ലെങ്കിൽ 35 മന്ത്രിമാരെന്ന് പറയുന്ന ഈ ഒരു മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും അടങ്ങുന്ന ഭരണകൂടത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളൊപ്പം നിൽക്കുന്ന ആരൊക്കെയാണ്? പരാജയപ്പെട്ട 900 പാർട്ടികളുടെ നേതൃസ്ഥാനം, 3.5 കോടി ജനങ്ങളുമുണ്ട്, അല്ലേ? അപ്പൊ അവരുടെ കാര്യത്തിൽ ഈ പറയുന്ന 5 വർഷക്കാലം ഒരു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളതിന്റെ ഇരട്ടിയിലധികം ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. അത് ശക്തനായിട്ടുള്ള ഒരു യുവ നേതാവിനെ തന്നെ നൽകേണ്ടതുണ്ട്. ഒന്ന് ഗസ് ചെയ്യാമോ? ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു 3-4 ചോയ്സ് തരാം. പറയും. അതായത് LDF പ്രതിപക്ഷത്തേക്കാണെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവാകില്ല. അതാണ് എന്റെ പ്രഡിക്ഷൻ. തീർച്ചയായിട്ടും അദ്ദേഹം വരില്ല. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് സ്റ്റേറ്റസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇത് വെച്ചിട്ട് അദ്ദേഹം വരില്ല. വരില്ല. പിണറായി വിജയനെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല. ഞാനൊരു 3 ചോയ്സ് വെക്കാം. അതിനിടയിലും അവിടാണ് LDF ഒരു ചെറിയ തർക്കം വരാൻ പോകുന്നത്. 3 ചോയ്സാണ്, 3 അല്ല 4 വെക്കാം. ഒന്ന് ജയേഷിന്റെ ഏറ്റവും അടുത്ത ബാലഗോപാൽ, ഇൻവേർട്ടർ കോമ എല്ലാവരും ജയിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ബാലഗോപാൽ, ഒന്ന് കളമശ്ശേരിയിൽ P രാജീവ്, തൃത്താലയിൽ MP രാജേഷ്, പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കപ്പെടുന്ന ബേപ്പൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ചാൽ മുഹമ്മദ് റിയാസ്. ഇതില് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് ഇവരിൽ എല്ലാവരെക്കാട്ടിലും ജൂനിയറാണ്. പക്ഷേ സഖാവ് പിണറായി വിജയന്റെ മരുമകനാണ്. ഇപ്പോഴത്തെ ടൂറിസം മന്ത്രിയായിരുന്നു, PW മിനിസ്റ്റർ ആയിരുന്നു. നന്നായി അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ചോയ്സിനിടയിൽ നിന്ന് വേണം ഒരു പ്രതിപക്ഷ നേതാവിനെ LDF കണ്ടെത്താൻ. അങ്ങ് ആരായിരിക്കും ചൂസ് ചെയ്യുക? തീർച്ചയായും ഞാൻ സൂചിപ്പിച്ച പോലെ KN ബാലഗോപാൽ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പണ്ട് ഈ റവന്യൂ നമ്മളുടെ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് മാണി സാറിന്റെ ബഡ്ജറ്റിനെ ആഘോഷമാക്കിയ ഒരു മാധ്യമ സംഘമുണ്ട്, അല്ലേ? മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. അന്ന് മാണി സാറ് പെട്ടിയുമായിട്ട് കോട്ടയത്തെ പാലായിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അങ്ങ് നിയമസഭയിൽ എത്തുന്നത് വരെയുള്ള യാത്രകളടക്കം ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ആ ബഡ്ജറ്റ് വിശകലനത്തെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തിന്റെ ആ ബഡ്ജറ്റ് കാഴ്ചപ്പാടിനെ കുറിച്ചും 100 നാക്കിൽ പറഞ്ഞ മാധ്യമങ്ങൾ കേരള മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇന്ന് 4 ലക്ഷത്തിലധികം രൂപ പ്രതിശീർഷ കടമുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ ഈ പൊതുകടം ഇത്രയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലും ഒരുപക്ഷെ ഒരു കാലത്ത് UDF ഗവൺമെന്റ് 600 രൂപ പോലും കൊടുക്കുവാൻ ആശങ്കപ്പെട്ടിരുന്ന ക്ഷേമ പെൻഷൻ, അതൊരു വലിയ ഘടകമാണ്. കാരണം ഒരു അർഹര ചിലപ്പോൾ മക്കളുടെ പോലും സഹായമില്ലാതെ ജീവിക്കുന്ന ഒട്ടനവധി സാധുക്കളുണ്ട്, അല്ലേ? പ്രായമുള്ള ആൾക്കാർ. അപ്പൊ ആ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ക്ഷേമത്തെ ആശങ്കയില്ലാതെ തീർക്കുവാൻ ആ നിലപാട് എടുത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ധനകാര്യ വകുപ്പ് എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചില നിലപാടുകൾ, അതിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളുടെ ഈ പറഞ്ഞതുപോലെയുള്ള ബഡ്ജറ്റ്, നമ്മുടെ ഈ പറയുന്ന നമ്മൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ 2000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ സോഴ്സ് എന്തായിരുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് സെസ് ഏർപ്പെടുത്താറുണ്ട്. ഇപ്പം പെട്രോളിന് 2 രൂപ സെസ് ഉണ്ട്, അല്ലേ? ആ സെസ് നിലനിൽക്കുന്നുണ്ട്. അത് കൂടാതെ വേറൊരു കാര്യവും അധികമായിട്ട് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാതെയാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മദ്യത്തിന് പോലും വില കൂട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം
മദ്യത്തിന് വില കൂട്ടിയാൽ മയക്കുമരുന്നിലേക്ക് ജനങ്ങൾ പോകുമെന്നുള്ള പേടി കൊണ്ട് ഭരണകൂടം മദ്യത്തിനെ കുറച്ചുകൂടി ഉദാരമായി സമീപിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിവേ, എന്തായാലും അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, ധനകാര്യ വകുപ്പിന്റെ ചില നിലപാടുകൾ, യുവജനക്ഷേമപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രായത്തിൽ മുതിർന്നതെന്നുള്ളതിനപ്പുറം ഒരു എക്സ്പീരിയൻസ് ഈ പറഞ്ഞ 4 പേരുടെ ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലെ ആയാലും മുതിർന്ന നേതാക്കന്മാരോടൊപ്പമുള്ള സഹവർത്തത്തിലായാലും എക്സ്പീരിയൻസ് വൈസ് കയ്യിൽ ഭദ്രമായിട്ടുള്ളത് കെ.എൻ. ബാലഗോപാലാണ്. ഞാൻ എൻ്റെ ചോയ്സ് 2ആണ്. എം.പി. രാജേഷും ഉണ്ട്. റിയാസിന്റെ കാര്യത്തിൽ യുവാക്കൾ എന്നുള്ള നിലയിൽ പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ, എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്ന ഒരു പ്രൊഡിക്ഷൻ അത് പി രാജീവ് ആയിരിക്കും സാധ്യത എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന 2 മുന്നണികളുടെയും ഏറ്റവും ഈ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു വലിയ ഘടകമാണ് ബി.ജെ.പി. ബി.ജെ.പി. ഈ പ്രാവശ്യം ഒരു സർവേയിലോ ആരും ഒരു സാധ്യതയും കൽപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത് വലിയൊരു അട്ടിമറിയായിരിക്കും. ജേഷ്, നമ്മളൊന്ന് പ്രിഡിക്റ്റ് ചെയ്യുകയാണ് ഞാൻ. അതായത് യാത്ര ചെയ്ത് കിട്ടിയതാണ്, ചിലപ്പോൾ തെറ്റാകാം, ശരിയാകാം, പ്രഡിക്ഷൻസ് മാത്രം. ജേഷ് ആദ്യം പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ സാധ്യത തൂക്ക് ആണെങ്കിൽ, അതായത് ഒരു 65 സീറ്റ് വീതം ഇവർക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒരു 10 സീറ്റിന് അകത്ത് ബി.ജെ.പിക്ക് ഉണ്ടാവും. ഒരു 5 സീറ്റ് കണക്ക് നിർണായകമായിരിക്കും. ഒരു 5 സീറ്റ് നമ്മൾ കണക്ക് കൂട്ടിയാലും ആ 5 സീറ്റ് നിർണായകമായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ 2026 കേരള നിയമസഭയെ തീരുമാനിക്കുന്നതിന് ഏറ്റവും വലിയ ഘടകമാകും, നിർണായകമാകും. അങ്ങനെ വന്നാൽ എന്താകും ജേഷ്? അങ്ങനെ വന്നാൽ ഡിമാൻഡഡ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം. തീർച്ചയായിട്ടും അതായിരിക്കും. രണ്ടാമത് ഞങ്ങളുടെ ഒരു അനുഭവം കൂടെ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. നിങ്ങൾ എപ്പോഴും പറഞ്ഞങ്ങനെ ഇതാക്കുന്നതല്ല, പക്ഷെ യാത്രകളുടെ അനുഭവങ്ങൾ അതൊരു വല്ലാത്ത അനുഭവമാണ്. ഞങ്ങൾ സഞ്ചരിച്ച മണ്ഡലങ്ങളിലെ ചില ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വളരെ ശക്തമായ ഫൈറ്റ്. എനിക്ക് തോന്നുന്നത് ചില മണ്ഡലങ്ങളിൽ LDF തീർത്തും ദുർബലമായ 3ാം സ്ഥാനത്തും, അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ UDF ഒട്ടും സാധ്യതയില്ലാത്തടത്തും 2ാമതും 1ാമതും എത്താൻ സാധ്യതയുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, തിരുവനന്തപുരമായാലും പാലക്കാട്, അതുപോലെ തന്നെ ഇപ്പം കെ സുരേന്ദ്രൻ്റെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 89 വോട്ടിനാണ് അദ്ദേഹം പുറകോട്ട് പോയത്. പിന്നെ പ്രതീക്ഷയേകുന്ന ചില മണ്ഡലങ്ങളിലൂടെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴക്കൂട്ടം, അതുപോലെ പിന്നെ ആറന്മുള എന്ന മണ്ഡലത്തെക്കുറിച്ച് ആരും സംസാരിച്ച് കേൾക്കുന്നില്ല. കാരണം ആറന്മുളയിൽ കുമ്മനംജിയാണ് മത്സരിക്കുന്നത്. പക്ഷേ അവിടെ LDFും UDFും അബിൻ വർക്കിയും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ കുമ്മനംജിക്ക് സാധ്യത എത്രയാണ് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ അൺപ്രഡിക്റ്റബിളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, ആ ഒരു ശുദ്ധമായ രാഷ്ട്രീയം ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2026 ഇലക്ഷൻ അൺപ്രഡിക്റ്റബിളാണ്. ഈ കാണുന്ന ഒരു സർവേയിലും നിങ്ങൾ വിശ്വസിക്കരുത്. ഈ സർവേ ഒന്നുമാകില്ല മുന്നോട്ട് വരുന്നത്. അതെ, ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടികൾ ജനങ്ങളും സ്ട്രാറ്റജി അവര് വളരെ മനോഹരമായിട്ട് കക്ഷി രാഷ്ട്രീയങ്ങളുടെയും കൊടികളുടെയും നിറമൊക്കെ മറന്നിട്ട് ഇപ്രാവശ്യം മനോഹരമായിട്ട് വോട്ട് ചെയ്തെന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം സ്ത്രീകളടക്കമുള്ള 2% പോളിംഗ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അർഹരായിട്ടുള്ളവർക്ക് വേണ്ടി തന്നെയായിരിക്കും അവർ കഷ്ടപ്പെട്ടത്, അവർ സമയം ചെലവഴിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. റഞ്ജി, ഇവിടെ നമുക്ക് മറ്റൊരാളെ എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ മുഖ്യമന്ത്രി സ്ഥാനവും അല്ലെങ്കിൽ ഈ പറയുന്ന തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അനാവശ്യപ്പെടാൻ പോകുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വലിയ ആളിനെ നമ്മൾ മറന്നു പോകരുത്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലക്കാർ. കരുണാകരൻ്റെ മന്ത്രിസഭയിലെ ഒരു കാലത്ത് ഇതേപോലെ 1977 മന്ത്രിസഭ വന്നപ്പോൾ ഒരു MLAയുടെ ഒരു ഭാഗം വേണം, നേരത്തെ പറഞ്ഞ പോലെ തൂക്ക് മന്ത്രിസഭയിൽ നിന്ന് വിജയിക്കുവാനായിട്ട്. ഭരണം ആർക്ക് വേണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അന്ന് കരുണാകരൻ അന്നത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച കിഴക്കൻ നേരെ തേടിയെത്തുകയുണ്ടായി പത്തനംതിട്ടയിൽ. അന്ന് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയോളം വരുന്ന ഒരു സ്ഥലം മേടിക്കാനുള്ള പണമായിരുന്നു അല്ലേ? അന്ന് ആ ഓഫറൊക്കെ അദ്ദേഹം നിരാകരിച്ചിട്ട് ഒരൊറ്റ ആവശ്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് ജില്ല തന്നാൽ ഞാൻ നിങ്ങളുടെ പോരുമോ. തീർച്ചയായിട്ടും ഗൂസ്ബംസ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ല KK നായരാണ്. KK നായർ എന്ന് പറഞ്ഞ ആ മഹാവ്യക്തി, അദ്ദേഹമാണ് അതിന്റെ ഒരു ഇത് ചെയ്തത്. പ്രത്യേകിച്ചും ജയേഷൊക്കെ നമുക്ക് അഭിമാനിക്കാം, പത്തനംതിട്ടക്കാർക്കെല്ലാം അഭിമാനിക്കാം കേട്ടോ. കാരണം രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം പച്ചയായ ഒരു രാഷ്ട്രീയ നേതാവ്
ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ജേഷ്, ഞാൻ പറഞ്ഞത് ജേഷ് ഒന്ന് ശ്രദ്ധിക്കൂ. അതായത് ആറന്മുള മണ്ഡലം നമുക്ക് ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് അതെ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അത്രത്തോളം നിസ്വാർത്ഥരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്ന മണ്ഡലമാണ്. പത്തനംതിട്ട ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ധന്യമായ ജില്ല എന്നാണ്. ഇത്രത്തോളം മതസൗഹാർദ്ദമുള്ള ശബരിമല ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അല്ലേ. മാരാമൺ കൺവെൻഷൻ, അതുപോലെ ഹിന്ദുമത കൺവെൻഷൻ ഒക്കെ നടക്കുന്ന ഒരു വലിയ മതസൗഹാർദ്ദത്തിന്റെ ജില്ലയാണ്. മതസൗഹാർദ്ദ പെരുമ കാണിക്കാൻ പറ്റുന്ന ഒരു ജില്ലയും പ്രദേശമാണ്. അവിടെ കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞ സ്വാത്വികനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു അധ്യാപകൻ അല്ലേ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സംവിധാനം തേടുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാരെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മതമോ അല്ലെ മതവിശ്വാസങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൊടിയടയാളമോ ഒന്നും കണക്കിലെടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് കടന്നു പോകാം. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് നാടിന് വേണ്ടി ഭരിക്കാൻ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുള്ള നേതാക്കളെയാണ്. പണ്ടത്തെ ക്ലീശ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് ഈ പുതിയ തലമുറ, എന്താ ജേഷൻ പറയുന്നത്, ജെൻസി അവരുപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയം, പഴയ രാഷ്ട്രീയം മൈക്കിലൂടെ വിളിച്ചു പറയുക, പിറ്റേ ദിവസം വേറെ പറയുക, ഇനി അതൊന്നും നടക്കില്ല. എന്നെ വ്യക്തിപരമായി ഞാൻ വിചാരിച്ചാൽ ജയിക്കേണ്ട ചില സ്ഥാനാർത്ഥികൾ, ഒന്ന് BJPയുടെ ഇവിടുത്തെ അധ്യക്ഷൻ രാജീവ് ജി ജയിക്കണം. രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അപ്പുറത്ത് തോൽക്കുന്നത് ഒരാളെല്ലാം ജയിക്കും, തോൽക്കുന്നതും അതുപോലുള്ള ആൾക്കാരാണ്. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഏറ്റവും സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് പറ്റിയ ചെറിയൊരു പാളിച്ച ഞാൻ പറയാം. ജയിക്കേണ്ടിയിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സന്ദീപ് വാചസ്പതി. അദ്ദേഹത്തെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് ഏകനസ്റ്റാണ് നിർത്തിയത്. അതേസമയം ഒരുപക്ഷെ ചെങ്ങന്നൂരിലോ, അദ്ദേഹത്തിൻ്റെ നാടായ ചെങ്ങന്നൂരിലോ ഇപ്പുറത്തോ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സന്ദീപ് ജയിച്ചേനെ എന്ന് ഉറപ്പായിട്ടും നമുക്ക് കരുതാം. പിന്നെ തിരിച്ചു വന്നാൽ ഞങ്ങളുടെ സ്വന്തം, അത് രാഷ്ട്രീയമൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ കരുതരുത്, ഒറ്റപ്പാലം മേജർ രവി സാർ. അതെ, മേജർ രവി സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു പക്ഷേ രാഷ്ട്രീയ ബോധം, അദ്ദേഹം സംഖ്യയാണ് അങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം ഒരിക്കലും പേട്രിയോട്ടാണെന്ന് പറയാം. അങ്ങനെ ഒരിക്കലും ജേഷു ഇത്രയും വർഷത്തെ ബന്ധത്തിൽ ജേഷൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ദേശാഭിമാനിയാണ് അദ്ദേഹം, തീർച്ചയായിട്ടും ദേശാഭിമാനിയാണ്. ഒരു പാട്രിയോട്ടിസം അദ്ദേഹത്തിന് മനസ്സിലാവും. തീർച്ചയായിട്ടും അതായത് സംഘികൾക്ക് മാത്രമല്ല പാട്രിയോട്ടിസം ഉണ്ടാകുക, നമ്മൾക്ക് പാട്രിയോട്ടിസം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ധീര ദേശാഭിമാനിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രണയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അദ്ദേഹം ഞെട്ടിപ്പോയി. ആ രസകരമായ വീഡിയോ കാണേണ്ടവരാണ്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തരും. കാരണം അത്ര ഒരു ക്രൗഡിന്റെ, ഞങ്ങളുടെ മുമ്പിലെല്ലാം ക്രൗഡായിരുന്നു. അപ്പൊ ആ ഇടയിൽ നിന്നാണ് ജേഷൻ ആ ചോദ്യം ചോദിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ജേഷൻ? വള്ളുവനാടൻ പ്രണയം, അത് ശരിക്കും പറഞ്ഞാൽ മേജർ രവി എന്ന് പറയുന്ന ആ ഒരു ആള് നമ്മുടെ സഹോദരനാണ്. നമ്മളെ സംബന്ധിച്ച് മലനാട് ടിവിയുടെ ഒരു മേധാവിയായിരുന്നു, ന്യൂസിന്റെ വാർത്തയുടെ മേധാവിയായിരുന്നു. ആ സമയത്ത് എല്ലാവരോടും സമദൂര സിദ്ധാന്തം പാലിച്ച ഒരാളാണ്. തീർച്ചയായും ഞങ്ങളെ കൊണ്ട് ഒരിക്കലും BJPക്ക് അനുകൂലമായ വാർത്തയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ പ്രതികൂലമായ വാർത്തയോ ചെയ്യിക്കാൻ ആയിരുന്നില്ല അദ്ദേഹം മുതിർന്നിരുന്നത്. ചെല്ലാനം പോലുള്ള കടലോര മേഖലകളിൽ തിരമാലകൾ അടിച്ച് എല്ലാ സർവ്വതും നഷ്ടപ്പെട്ട സമൂഹത്തിനെ കാണാൻ ഞങ്ങളുടെ മുമ്പിലേക്ക് ശീതീകരിച്ച ന്യൂസ് റൂമുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്. തീർച്ചയായിട്ടും അന്ന് രഞ്ജി ഓർമ്മയുണ്ടല്ലോ, അന്ന് അദ്ദേഹത്തിന്റെ പെൻഷൻ 75,000-1 ലക്ഷം രൂപയോളം പെൻഷൻ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ആ പെൻഷൻ തുക മുഴുവനും ചെല്ലാനത്തെ സാധുക്കളായ മനുഷ്യർക്ക് അന്ന് എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു. കാരണം അവിടെ ചെന്നപ്പോൾ നമ്മൾ വണ്ടി നിറയെ കിറ്റുമായിട്ടാണ് പോയത്. മലനാട് ടിവിയുടെ വാഹനം നിറയെ അവർക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുമായിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം നിറയെ ഭക്ഷ്യധാന്യങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന കണ്ടത്. അപ്പം അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വരുന്നവരെല്ലാം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഷർട്ടും അല്ല വസ്ത്രങ്ങൾ നൽകുന്നുണ്ട്, ഞങ്ങൾക്ക് കിറ്റുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ഗുളിക വാങ്ങാൻ, ഇപ്പം ബീഡിയും സിഗരറ്റൊക്കെ വലിക്കുന്നവരാണ്, പുകവലി ശീലമാക്കിയവർ, മുറുക്കാൻ ശീലമാക്കിയ അമ്മമാര്, അവർക്കൊക്കെ അതൊക്കെ വാങ്ങാനുള്ളൊരു 5 പൈസ കയ്യിലില്ല. ഇതൊരു വല്ലാത്ത ദുഃഖമാണ് മക്കളെ എന്ന് പറഞ്ഞപ്പോഴാണ് മേജർ രവി നിറകണ്ണുകളോടെ ആ പണം, അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് ഈ കിട്ടിയ പണം ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് ഒരു ജേഷ് വിതരണം ചെയ്യാൻ പറഞ്ഞു. അല്ലേ, റഞ്ജിയുടെ കയ്യിൽ കൂടെ നമ്മൾ ഇങ്ങനെ 500 രൂപ വെച്ചിട്ടാണ് ഒരു വീട്ടിൽ കൊടുത്തത്. അതൊരു വലിയ സന്തോഷമായിട്ട് ആ സമൂഹം ഏറ്റുവാങ്ങിയപ്പോൾ ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടു. അന്ന് നമ്മളുടെ ഇപ്പോഴത്തെ തീരദേശ സംരക്ഷണ വകുപ്പിൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോട് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടു, നമ്മളുടെ മാധ്യമത്തിലൂടെ ഇതാണ് അവരുടെ യഥാർത്ഥ ആവശ്യം, അത് പരിഗണിച്ചുകൊണ്ടൊരു പെൻഷൻ, അടിയന്തര പെൻഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം സജി ചെറിയാൻ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് കേട്ടോ, സജി ചെറിയാൻ തൊട്ടടുത്ത ദിവസം 2000 രൂപ വെച്ചിട്ട് ഈ പറയുന്ന ചെല്ലാനം പോലെയുള്ള തീരദേശ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള കുടുംബങ്ങൾക്ക് പെൻഷൻ, വ്യക്തിപരമായ പെൻഷൻ അദ്ദേഹം അലോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ബാലൻസ്ഡ് അല്ലാത്ത ഒരു
മാധ്യമപ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും പേഴ്സണൽ രാഷ്ട്രീയമുണ്ട്. അത് ഇഷ്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ ശീലിച്ച് അതിൽ നിന്ന് മാറി നടക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജയേഷ്, എന്തായാലും നമ്മൾ ഇതിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പം UDF-ന്റെ മന്ത്രിസഭ ആണെങ്കിൽ വരുന്നത് ആണെങ്കിൽ ജയേഷിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രമേശ് ചെന്നിത്തല ആയിരിക്കും അതിനാണ് സാധ്യത, അല്ലെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ ജയേഷിന്റെ താല്പര്യം. നമ്മുടെ സുഹൃത്താണ് അല്ലേ, തമിഴ്നാട് ജീവിയുടെ ഏറ്റവും സന്തോഷം എല്ലാ പരിപാടികൾക്കും അദ്ദേഹം കൂടി വരുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, VD സതീശൻ അടക്കമുള്ളവർ തെറ്റിദ്ധരിക്കരുത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ 26-ാമത്തെ വയസ്സിൽ കൂടെ കൂട്ടിയതല്ലേ UDF. അടിപൊളി. ഇന്ത്യ ഭരിച്ചിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചേർത്ത് പിടിച്ചിരുന്നതല്ലേ. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ സമുന്നത നേതാക്കന്മാരല്ലേ അദ്ദേഹത്തിനെ ഇവിടുന്ന് ചവിട്ടി തെറിപ്പിച്ചത്. ഇപ്പോഴും തെറിപ്പിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിനൊരു സാഹചര്യം ഉണ്ടാകുമോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇരിക്കാൻ? അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കാണത്തില്ലേ. തന്നെയല്ല, ഈ സർവ്വതും മറന്ന് പഴയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഉണ്ടാകും. കേരളത്തിനെ ഒരു വലിയ മാറ്റത്തിലേക്ക് നയിക്കാൻ സാധിച്ചുകൂടാതെയില്ല. തീർച്ചയായിട്ടും. നോക്കൂ ജയേഷ്, വളരെ രസകരമായ കൗതുകകരമായ വാർത്തകളും വിശകലനങ്ങളുമാണ് ഇപ്പോൾ ചാനലുകളിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ പോകുന്നത്. ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് മറ്റൊരിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കണക്ക് നമ്മൾ വിളിച്ചു പറയും. നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് നിർണ്ണയം കണ്ടു കഴിഞ്ഞാൽ വളരെ ഞെട്ടിപ്പോകും. ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ കുറെ പേര് കൂടി രണ്ടും പേരും ഇരിക്കുക, ചർച്ച ചെയ്യുക, ഓരോരുത്തർക്ക് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ വാദിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ 100% ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നുമില്ല. പക്ഷെ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ. അതെ, നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തില് ഭാഗധേയമായ വോട്ടുകളുടെ അവകാശികൾ കുറച്ച് പേരുണ്ട്. അതൊരു ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഈ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന്, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനൊക്കെ ശ്രമിക്കുന്ന നിസ്വാർത്ഥരായിട്ടുള്ള സമൂഹമുണ്ട്. തീർച്ചയായിട്ടും. ആ സമൂഹം ഇലക്ഷൻ സമയത്ത് ആർക്ക് വോട്ട് കുത്തണമെന്ന് നോക്കുമ്പം അർഹരായിട്ടുള്ളവരെ കണ്ടില്ലെങ്കിൽ അവര് ഈ പക്ഷി പുരട്ടുവാൻ വിരലും കൊണ്ട് അവിടെ ചെല്ലില്ല. പക്ഷെ ഇന്ന് ചെന്നിട്ടുണ്ട്. 80-ലധികം പോളിംഗിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെത്തിയിട്ടുണ്ട്. അവരുടെ നിലപാട് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അവരാണ് നിലപാട് സ്വീകരിക്കുന്നത്. അല്ലാതെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും LDF-ന്റെ അണികളാണ് ഈ വോട്ട് ചെയ്തതെന്ന്, അല്ലെങ്കിൽ UDF-ന്റെ അണികളാണ്, അല്ലെങ്കിൽ BJP-യുടെ അണികളാണ്. ആർക്കും ഒരു തരത്തിലും അഹങ്കരിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു വോട്ട്. ഇത് നിസ്വാർത്ഥരായിട്ടുള്ള, നിഷ്കാമകർമ്മരായിട്ടുള്ള, ആരുടെയും കൂടെ ഇല്ലാത്ത നിസ്സംഗരുടെ വോട്ടാണ് നിങ്ങളുടെയൊക്കെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. ചില പാളിച്ചകൾ LDF-ന്റെ ഭാഗത്തു നിന്നും UDF-ന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ജയേഷ് എപ്പോഴും പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അതുപോലെ തന്നെ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റാന്നിയിൽ തന്നെ പഴവളം മധു, അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ തട്ടകം അടൂരാണ്. അങ്ങനെയൊക്കെയുള്ള ചില അതുപോലെ അടൂര് തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള സ്ഥാനാർത്ഥി പിശകൾ മുൻവരുന്ന ചെയർപേഴ്സൺ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. ഇപ്പൊ വീണ്ടും സ്ഥാനാർത്ഥിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ബഹുക്ഷേമമാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ അംഗത്തട്ട്. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ LDF-ന് ഈ പ്രാവശ്യം ആലപ്പുഴയിൽ കാര്യമായ പരിക്ക് പറ്റും. അതിന് കാരണം നമ്മുടെ ജി സുധാകരനാണ്. ഇപ്പോഴത്തെ വാർത്തകളും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ കിട്ടുന്ന റിപ്പോർട്ടുകളും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്റ്റ്, അദ്ദേഹത്തിനോട് ഉള്ള ഒരു സംഭവം, അമ്പലപ്പുഴയാണ് ഈ പ്രാവശ്യത്തെ കേരള ജനത ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം. ജി സുധാകരൻ ജയിക്കുവാണെങ്കിൽ, അദ്ദേഹം അവിടെ വിജയിക്കുവാണെങ്കിൽ CPM നിൽക്കുന്ന കനത്ത പ്രകടനമായിരിക്കും. യാതൊരു സംശയവുമില്ല അതിന്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ MLA സലാമിനും മന്ത്രി സജി ചെറിയാനും കേൾക്കുന്ന കനത്ത പ്രകടനമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് CPM തിരിച്ചു കയറും. അതാണ് CPM എന്നാണ് നമ്മൾ കണ്ടതും ഇത്രയും വർഷം നമ്മൾ അനുഭവിച്ചതും. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനോട് കൂടി BJP കേരളത്തിൽ കളം പിടിക്കും. ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ലാത്തതുപോലെ മങ്ങിപ്പോവുകയും ചെയ്യും. ഇതിൽ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. 2020-യുടെ കിട്ടാൻ പോകുന്ന സീറ്റുകൾ ഒരു 2-3 സീറ്റുകൾ 2020-യുടെ വകയായിട്ടുണ്ടാകുമല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല. മാരാർക്ക് മാത്രമായിരുന്നു ഒരു സാധ്യത. പക്ഷെ കൂത്തക മണ്ഡലമായ കോൺഗ്രസ് ഉമാ തോമസിന്റെ മണ്ഡലത്തിൽ സാധ്യതയില്ല. പക്ഷെ ജയേഷ് ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞു. മാരാർ ജയിക്കാൻ വേറൊരു
സാധ്യത ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെട്ടില്ല. ഒരിക്കലും 2020 ഇല്ല. 2020 പിക്ചറിൽ നിന്ന് മാറി 2020 ചിലപ്പോൾ കുന്നത്ത് നാടിൽ പോലും പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. എന്തായാലും ഇന്ന് നമ്മളുടെ ഒന്ന് രണ്ട് പേരുടെ ഈ പറയുന്നത് പോലെയുള്ള പ്രവചനങ്ങൾ നമ്മൾ എടുത്തു കാണുമ്പോൾ പരമ്പരാഗതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന UDF LDF തന്നെ ഒതുങ്ങുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നതിലേക്ക് വരുന്നു. അവിടെ നിർണയമാകാൻ പോകുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന മധ്യവർത്തികളായിട്ടുള്ള ഒരു സമൂഹം, എങ്ങും ഇല്ലാതെ നിന്നിരുന്ന ഒരു സമൂഹം, ആ സമൂഹം ഇടയ്ക്ക് നിന്നവർ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഈ പറയുന്ന ഒരു പാർട്ടിയിലും സജീവമായി അല്ലാത്ത ഒരു സമൂഹമുണ്ട്. അവരുടെ വോട്ട് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ മാറി ചിന്തിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചൊരു തൂക്ക് മുന്നണി വരികയും തൂക്ക് മന്ത്രിസഭ വരേണ്ട സാഹചര്യം ഉണ്ടാകും. തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതകൾ കേരളം കണ്ട് മറന്നതാണ്. അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ 2 പേരുടെ ഭൂരിപക്ഷത്തിലാണ് നിന്നത്. 2016 91 പേരുമായിട്ട് വന്ന പിണറായി വിജയൻ 2021 എത്തുമ്പോൾ അത് 99ആയി. 41 സീറ്റിൽ ഒതുങ്ങിയ UDF ഈ പ്രാവശ്യം 100 ചെല്ലുവാനും സീറ്റ്, അല്ലെങ്കിൽ 101 സീറ്റ് പിടിക്കുമെന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആത്മവിശ്വാസം. അതല്ല, 78 സീറ്റെങ്കിലും, 78 മുതൽ 80 വരെ സീറ്റെങ്കിലും നിലനിർത്തുമെന്നും LDF വീണ്ടും ഭരിക്കുമെന്നുമാണ്, തുടർ ഭരണം നടത്തുമെന്നാണ് പറയുന്നത്. ഇവിടെ വലിയൊരു പിന്നെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും കാലങ്ങളായിട്ട് കേരള സമൂഹം ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് മാത്രമായിരുന്നു ഭരണകൂടത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും വ്യാകുലരാകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിട്ടുകൊടുക്കുകയും അടുത്ത 5 വർഷം അടുക്കാറാകുമ്പോൾ മാത്രമാണ് അതിലേക്ക് പിന്നീട് ശ്രദ്ധിക്കുന്നത്, അല്ലേ? ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജെൻസി അടക്കമുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീട്ടമ്മമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ എല്ലാവരും ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് അടുത്ത കാലഘട്ടത്തിൽ നിങ്ങൾക്കൊന്നും യാതൊരു ഇതുമില്ല. അതുകൊണ്ട് ഉത്തമന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് മാറാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഉത്തമനായിട്ടുള്ളൊരു ഭരണാധികാരി നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് എത്തട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ജേഷ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വിടാം. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു 2026. ഇനി അടുത്തത് എന്നാണ്? 5 വർഷം, 31. അതെ. അന്ന് ഇതുപോലെ ആയിരിക്കുമോ ഇലക്ഷൻ? അതായത് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി കാര്യങ്ങൾ വരുന്നു ഈ ഇലക്ഷൻ എന്ന് ജയേഷിൻ്റെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇത്രമാത്രം കോലാഹലങ്ങളും പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ വേണമായിരുന്നു ഈ ഇലക്ഷൻ? എല്ലാ പാർട്ടികളും സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ആരോ ധരിപ്പിച്ച സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പരസ്യത്തിലൂടെ ഒരു വിപ്ലവം ഉണ്ടാക്കിയാൽ ജനങ്ങളുടെ മനസ്സ് കവരാമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. അതായിരിക്കാം ഇങ്ങനെ ഇത്രയേറെ പോസ്റ്ററുകൾ അനാവശ്യമായിട്ട് ഒരു 10 മീറ്ററിനുള്ളിൽ തന്നെ 10,000 ഹോർഡിങ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ആ പണമൊക്കെ നമുക്ക് ക്ഷേമത്തിന് വേണ്ടി അവിടെ എടുത്തു പറയേണ്ട ഒരാളുണ്ട് കേട്ടോ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മണ്ഡലത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള പോസ്റ്ററുകളോ ഒന്നുമില്ല, അല്ലെങ്കിൽ അവസാനത്തെ ആട്ടക്കലാശത്തിന് വേണ്ടിയോ ഒന്നും പണം ചെലവഴിച്ചിട്ടില്ല. കൊട്ടിക്കലാശമില്ല. അദ്ദേഹം കൊട്ടിക്കലാശത്തിന്റെ കോലാഹലം വേണ്ടാന്ന് വെച്ച് വീട് വെച്ചു കൊടുത്തു. ചെലവ് അനാഥർക്ക്. അത് എത്ര നല്ല കാഴ്ചപ്പാട്. അങ്ങനെയാകണം ശരിക്കും. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ മുഖ്യമന്ത്രിയാകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്തായാലും അത് ഒരു നാൾ സംഭവിക്കട്ടെ. അദ്ദേഹം വളരെ യങ്ങാണ്. ഒരു നാൾ സംഭവിക്കാതിരിക്കില്ല. സാധ്യതകളാണല്ലോ രാഷ്ട്രീയം. എന്തായാലും ജയേഷ്, നമുക്ക് ഈ ഒരു ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ജയേഷ്? ഇല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പം ഇനി നിരന്തരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു മുഖ്യമന്ത്രി പദത്തിനെ കുറിച്ചുള്ളൊരു ചർച്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് കീറിമുറിച്ച് അവലോകനം നടത്തേണ്ടത് ഈ UDF ആയാലും LDF ആയാലും ഒരു തൂക്ക് മന്ത്രിസഭ വന്നാൽ അവിടേക്ക് കടന്നു വരാൻ പറ്റുന്ന അവർ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഇനി അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്കായാലും നോക്കുമ്പോൾ അർഹരാണോ എന്ന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. എന്തായാലും ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കേരള ജനതയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ഒരു ചെറിയ റിവ്യൂ ആണിത്. തെറ്റാകാം, ശരിയാകാം, പക്ഷേ കാഴ്ചപ്പാടുകളാണ്, വിശ്വാസമാണ്. എന്തായാലും UDFിൻ്റെ മുഖ്യമന്ത്രിയാവാൻ ചെന്നിത്തലയോ അതോ VD സതീശനോ അതോ ക്ലിഫ് ഹൗസിൽ തന്നെ തുടർന്നുകൊണ്ട് കേരളത്തെ ഭരിക്കാൻ പിണറായി വിജയനാണോ അതോ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിമറിക്കാൻ BJP ഒരു 3ാം ശക്തി ആകുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത ഒരു ദിവസം കാണുന്നത് വരെ സൈനിങ് ഓഫ് RJ Bros.